ക്രിക്കറ്റ് സംഘത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകിൽ ചൗധരി, ഓർമ്മയുണ്ടാവില്ല ആ പേര്? KKR ആരാധകർ ഒരിക്കലും മറക്കില്ല ആ പേര്, മുകിൽ ചൗധരി എന്ന പേര്. അദ്ദേഹം ഹ്യൂജ് MSP ഫാനാണ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കടുത്ത ധോണി ആരാധകനാണെന്ന് അദ്ദേഹം ഇന്നലെ ESPN ക്രിക്കറ്റ് ഇൻഫോയോട് പറയുന്നത് കണ്ടു. ഇപ്പൊ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്താ പറയുക? മുകിൽ ചൗധരി, ഐ പ്രാക്ടീസ് ഹിറ്റിംഗ് 100 to 150 സിക്സസ് എവറി ഡേ. ഒരു ദിവസം 100 മുതൽ 150 സിക്സസ് വരെ എല്ലാ ദിവസവും ഞാൻ ഹിറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണ് മുകിൽ ചൗധരി പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാനൊരു വലിയ MS ധോണി ഫാനാണ്, അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഷോട്ട് ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഇന്നലെ ഒരു ഹെലികോപ്റ്റർ അടിച്ച് കണ്ടില്ല നിങ്ങള്? ഒരു കിടിലൻ ഹെലികോപ്റ്റർ അടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാദറിനെ, അദ്ദേഹം എപ്പോഴും ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലത്തെ കളി KKRന്റെ കളിയിൽ കൈമ നിന്ന് അനായാസം കൊണ്ടുപോയി, അനായാസം എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ഒറ്റയ്ക്ക് നിന്ന് അടിച്ചെന്ന് കളിച്ചില്ലേ. ഇന്നലെ 27 പന്തിൽ 54 റൺസാണ് മുകിൽ ചൗധരി കൊൽക്കത്തക്കെതിരെ അടിച്ചു കൂട്ടിയത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ആരാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, MSD ആയിരിക്കും ഇഷ്ടമല്ലാത്തത്. ക്രിക്കറ്റില് ഇപ്പം കളിക്കുന്ന കൂടുതൽ യങ് ടാലൻസിന് ഒരു ഇൻസ്പിറേഷൻ ധോണി തന്നെയല്ലേ, ധോണിയും കോഹ്ലിയും ഒക്കെ തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ഇപ്പൊ പറയാനുള്ളത് MSD ആണ്. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തെന്നാണ് മുകിൽ ചൗധരി വ്യക്തമാക്കുന്നത്. അദ്ദേഹം ചൈൽഡ്ഹുഡ് തൊട്ട് ഈ ഷോട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ ഇന്നലത്തെ കളിക്ക് ശേഷം പറയുന്നത് കേട്ടു. വൈഭവ് അറോറയ്ക്ക് അടിച്ച ഒരു ഷോട്ട് ഉണ്ടല്ലോ 17ാമത്തെ ഓവറില്, അതാണ് ആ ഒരു ഷോട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഒരു ഹെലികോപ്റ്റർ ഷോട്ട്. പിന്നെ ധോണി ഫിനിഷ് ചെയ്ത കളി ഇന്നിങ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ധോണി ബായി ഫിനിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ കളിക്കാനാണ് ഇഷ്ടം എന്നും കൂടി ഇപ്പൊ MSDയുടെ ഫാൻ ബോയ് ആയിട്ടുള്ള മുകിൽ ചൗധരി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, യോർക്കർ ഇട്ടാൽ പോലും 6 അടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹി യൂസ് ടു ഹിറ്റ് 6 ഈവൻ ഓഫ് യോർക്കർ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ബൗളർ എന്നൊക്കെ ഡിഫറൻറ്റ് ചെയ്താൽ അതും കൂടി ഇടിക്കും. കാരണം ധോണി ബായി കളിക്കുന്ന വേയിൽ കളിക്കാനാണ് ഇഷ്ടം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 24 ബോളിൽ 54 റൺസ് കാര്യം, 7 വിക്കറ്റ് പോയതിനു ശേഷമാണ് ഈ അടി വരുന്നതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ആ ബോളിൽ 22 ബോളിലാണ് 53 റൺസ് യഥാർത്ഥത്തിൽ വരുന്നത്. അത് 7 സിക്സസ് ഉണ്ട് എന്ന് കൂടി നമ്മൾക്ക് ഓർക്കേണ്ട കാര്യമാണ് മുകിൽ ചൗധരിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം 100-150 സിക്സസ് വരെ ഡെയിലി പ്രാക്ടീസ് ചെയ്യും ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ടാലന്റ് എന്താ വെച്ചാൽ, അദ്ദേഹം 26 പന്തിൽ 62 റൺസ് എടുത്ത കരിയില്ലേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ, അദ്ദേഹം രാജസ്ഥാന് വേണ്ടിയിട്ട് ഡൽഹിക്കെതിരാണ് ഈ സംഭവം നടന്നത്. പിന്നെ ആയുഷ് ബഡോണിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ആയുഷ് ബഡോണിയുടെ പ്രകടനം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ചിട്ട്. ഇപ്പൊ ജസ്റ്റിൻ ലേങ്കർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ജസ്റ്റിൻ ലേങ്കർ പറയുന്നു, ഇപ്പോ ചൗധരി വരും കാലത്ത് ഇന്ത്യയുടെ നമ്പർ 6ലും നമ്പർ 7ലൊക്കെ സ്കാരിയസ്റ്റ് ബാറ്ററായിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. അപ്പോ ഒരു സംശയവും വേണ്ട, ഇദ്ദേഹം വളരെ ടാലന്റഡ്, വളരെ പവർഫുൾ ബാറ്റ്സ്മാൻ ആണ് മുകിൽ ചൗധരി. പിന്നെ MSDയുടെ ഫാൻ ബോയ് കൂടിയാണ്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.